കാര്യം സ്വാഭാവികമായിട്ട് ചോദ്യം ചെയ്യൽ തുടരണമല്ലോ. അതിൽ കോടതി എടുത്ത തീരുമാനങ്ങളോടെല്ലാം യോജിപ്പാണ്, സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അന്വേഷണം നടക്കട്ടെ, കാര്യങ്ങൾ സമഗ്രമായി അന്വേഷിച്ച് വെളിയിൽ വരട്ടെ, അതാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ അറസ്റ്റ് നടന്നു, ഇന്ന് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തു. കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ പോലീസ് വാങ്ങി. അപ്പോൾ അന്വേഷണം സമഗ്രമായി നടന്ന് വെളിയിൽ വരുന്നോളം വരെ നമുക്ക് കാത്തു നിൽക്കാം. അതിനിടയ്ക്ക് കയറി എന്തെങ്കിലും പറയുന്നത് ശരിയല്ല. അറസ്റ്റ് വൈകുന്ന അവർ സ്വാഭാവികമായിട്ട് SIT രൂപീകരിച്ച് വളരെ പെട്ടെന്ന് നടന്നല്ലോ. ഏതാണ്ട് ചാർജ് എടുത്തിട്ട് അവർ 11-ാം തീയതി മറ്റാണ് തുടങ്ങിയത്. ഇന്നിപ്പോൾ 17-ാം തീയതി അല്ലേ. അപ്പോൾ വളരെ പെട്ടെന്ന് 6 ദിവസത്തിനുള്ളിൽ അവർ കൃത്യമായി കാര്യങ്ങൾ ഇടപെട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ കാലതാമസം വന്നൊന്നും തോന്നുന്നില്ല. നല്ല രൂപത്തിലുള്ള ടീമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ബഹുമാനപ്പെട്ട കോടതി മേൽനോട്ടവും വഹിക്കുന്നു. അപ്പോൾ അതിനിടയ്ക്ക് കയറി നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അപകടത്തിലാണ്. അവരെന്തെങ്കിലും അല്ല, അവര് ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള അവരുടെ ആഗ്രഹം ഇത് പുറത്തു വരണം എന്നുള്ളതല്ല, അന്വേഷണത്തിൽ കുറ്റവാളികളെ പിടികൂടുന്നുള്ളതല്ല, അവർക്ക് രാഷ്ട്രീയ കാര്യങ്ങൾ മാത്രമാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമുക്കെല്ലാം ഉള്ള ആഗ്രഹം എന്താ? ശബരിമലയിലെ ഒരു തരി പൊന്ന് പോലും നഷ്ടപ്പെടാൻ പാടില്ല. ആരാണോ അതിൻ്റെ കുറ്റവാളി X or Y അവർ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ വരണം. ബഹുമാനപ്പെട്ട കോടതി അത് സംബന്ധിച്ച് സുപ്രധാനമായ ഉത്തരവുകൾ പുറപ്പെടുവിച്ചു. അത് നമ്മൾ സ്വാഗതം ചെയ്തു. കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നു. SIT നല്ല രൂപത്തിലുള്ള ടീമാണ്. അതെല്ലാം കൊണ്ടെല്ലാം വെളിയിൽ വരുമെന്ന് ജനങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണ്. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ജനങ്ങൾ പൂർണ്ണമായി ആ കാര്യത്തിൽ വിശ്വസിക്കുന്നു. മുഴുവൻ ടീമിനെയും വെളിയിൽ കൊണ്ടുവരും. ആരൊക്കെയാണോ ഇതിനകത്ത് കുറ്റവാളികൾ, ഒരാളും രക്ഷപ്പെടാൻ പാടില്ല. അവരെല്ലാം നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ വരണം. ഒപ്പം അവിടെ നഷ്ടപ്പെട്ട പൊന്ന് തിരിച്ച് ശബരിമലയിൽ എത്തണം. ഇതാണ് നമ്മുടെ ആഗ്രഹം. അതനുസരിച്ച് നടക്കും. മറ്റ് ഈ രാഷ്ട്രീയ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിനൊന്നും നമ്മൾ മറുപടി പറയണ്ട. അത് രാഷ്ട്രീയമാണ്. അത് നിങ്ങൾ പറയാൻ ആലോചിച്ചാൽ ഇല്ല. സർക്കാർ പ്രതിസന്ധിയായിട്ടില്ല, ഒരു പ്രതിസന്ധിയില്ല. 10 വർഷത്തിനിടയ്ക്ക് നടന്നിട്ടുള്ള വലിയ അഴിമതി ഞാൻ നിശ്ചയമായും സർക്കാരല്ലോ നേരിട്ട് ഇത് ഭരിക്കുന്നത്. 10 വർഷത്തിനിടയ്ക്കുണ്ടായ നിങ്ങളുടെ വീണ്ടും വേർഷം പറയുന്നു. ഈ കാര്യത്തെ സംബന്ധിച്ചോളം സർക്കാരിന് തുറന്ന മനസ്സാണ്. ആരായിരുന്നാലും നിയമത്തിന്റെ ദൃഷ്ടിയിൽ വരണം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ നേരത്തെ തന്നെ ദേവസ്വം മന്ത്രിയുമാണെങ്കിലും ആ നിലപാട് തന്നെ. ആരായിരുന്നു X or Y ഈ അന്വേഷണം നടക്കട്ടെ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കയറി പറയാൻ ശരിയല്ല.